ഇപ്പൊ സൗത്ത് കൊറിയയിൽ സ്ക്വിഡ് ഗെയിമിനെ പോലെ തന്നെ പുതിയൊരു ഗെയിം ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അതിന്റെ മെയിൻ ലക്ഷ്യം തന്നെ ആരുടെ ബോഡിയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതിൽ ജയിക്കുന്നവർക്ക് $2,00,000 പ്രൈസായി കിട്ടും. അതിനായിട്ട് ആ ഗെയിം നടത്തുന്നവരും 100 കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്തു. ആണോ പെണ്ണോ എന്നില്ലാതെ ഇക്വാലിറ്റിയിലാണ് ആ പരിപാടി തന്നെ നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നവരും ഇവർ കൊടുക്കുന്ന എല്ലാ ടാസ്കിലും വിൻ ചെയ്തു പോകണം. അതിൽ ആരാണോ അവസാനം വരേക്ക് എത്തുന്നതോ അവർക്കാണ് പ്രൈസ് മണി കിട്ടുക. സോ അതിനായിട്ടുള്ള ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായി. ഇതിൽ എല്ലാവരും മുകളിൽ കമ്പിയിൽ പിടിച്ചു തൂങ്ങണം. നിലത്താണെങ്കിൽ ഫുള്ള് ഐസ് വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ ആരാണോ അവസാനം വരേക്കും പിടിച്ചു നിൽക്കുന്നതോ അവര് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. തുടക്കത്തിൽ എല്ലാവരും ഞാൻ ഉറപ്പായിട്ട് ജയിക്കുമെന്ന് ഓവർ കോൺഫിഡൻസിലാണ്. എന്നാൽ ടൈം കഴിയുന്നതിനനുസരിച്ചാണ് ഇത് എത്ര ടഫ് ആണെന്ന് മനസ്സിലാവുന്നത്. ഫസ്റ്റ് ആ മത്സരം തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരുത്തൻ അതിലേക്ക് വീണു. ഇതിൽ ഞാൻ ഭയങ്കര ശക്തിമാനാണെന്ന് മസിൽ കാണിച്ച ഒരുത്തനാണ് പിന്നെ വീണത്. കുറെ വർഷമായിട്ട് ജിമ്മിൽ പോയി ബോഡി കൺട്രോളിൽ വെച്ചിരുന്നവർക്ക് വരെ കുറെ നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇതിൽ എന്താണ് പ്രശ്നമെന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ബോഡി വിയർക്കുന്നത് കൊണ്ട് തന്നെ ആ കമ്പിയിൽ ഗ്രിപ്പ് കിട്ടാതെയാണ് വീണുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിലുള്ള ടഫ് ആയിട്ടുള്ള കാര്യവും. അവസാനം നോക്കിയാൽ 2 പേര് മാത്രമാണ് ബാക്കിയുള്ളത്. അവര് മാത്രം എങ്ങനെ ഇത്രയും നേരം പിടിച്ചു നിൽക്കുന്നതെന്ന് നോക്കിയാൽ അവർ ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി ട്രിക്ക് യൂസ് ചെയ്താണ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കമ്പിയുടെ കോർണറിൽ ക്രോസ് ആയിട്ടാണ് തൂങ്ങിയത്. അത് മാത്രമല്ലാതെ അവരുടെ വെയിറ്റ് അവർക്ക് ബാലൻസ് ആണ്. അവസാനം ആ 2 പേരിൽ ഒരുത്തൻ വെള്ളത്തിലേക്ക് വീണു. അതിൽ മിലിറ്ററിയിലുള്ള ഒരുത്തൻ മാത്രമാണ് വിൻ ചെയ്തത്.